ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവവും ഇതുതന്നെയാണ്. ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് 1857 മെയ് 10-നാണ്. ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവയ്ക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ്. ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യസമരത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്, ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത്. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ. 1857 മാർച്ച് 29-ന് ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി. ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് ജമാദാർ ഈശ്വരി പ്രസാദ്. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ ജോൺ ഫിനിക്സ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺ ബാർക്കർ. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ: 1848 ദത്തവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമപ്രകാരം ഇന്ത്യയുടെ സൈനികർക്ക് യുദ്ധത്തിനായി കടൽ കടന്നു പോകേണ്ടി വന്നത്, മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം, 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റ്, 34-ാം തദ്ദേശീയ കാലാൾപ്പട ബാരക്പൂർ. മംഗൾ പാണ്ഡെയെ അഡ്ജുട്ടൻ്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29. 1857 വിപ്ലവത്തിൻ്റെ കലാപകാരികളുടെ രഹസ്യമുദ്ര: ചപ്പാത്തിയും ചുവന്ന താമരയും. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് 1857 മെയ് 12. ഗ്വാളിയർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയാണ് ഹ്യൂ ഗ്രോസ്. ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി താന്തിയ തോപ്പി. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് 1857 ജനുവരി മുതൽ. പേർഷ്യ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ധോണ്ടു പാണ്ഡ്. കാൻപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും നാനാ സാഹിബാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർസ്റ്റോൺ പ്രഭു. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ: മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ: പഞ്ചാബ്, ബോംബെ, മദ്രാസ്. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് 2007. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ അറിയപ്പെടുന്നത് അജിത്ഗഡ്, ഡൽഹി. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോഡ്സൺ.
ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ്? ഹുമയൂണിൻ്റെ ശവകുടീരം. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് ഹുമയൂണിൽ റാങ്കൂണിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമൻ റാങ്കൂണിൽ വെച്ച് മരിച്ച വർഷം 1862. ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭു 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ 1848. ദത്തവകാശ നിരോധന